ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻറിച്ചിങ് ഇംഗ്ലീഷ്, എൻഹാൻസിങ് ഇംഗ്ലീഷ്, എൻഗേജിങ് ഇംഗ്ലീഷ് എന്നീ 3 പേപ്പറിൻ്റെയും പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഇസ് ഹൗ ടു സമ്മറൈസ് എൻ എസ്സേ ഇൻ ടു 1/3. ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ 1/3 ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഈ ചോദ്യ പേപ്പറിൽ 3 സെക്ഷൻ ഉണ്ടാവുക. സെക്ഷൻ എ, ബി, സി. ഇതിൽ സെക്ഷൻ ബിയിൽ വരാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമായത് 6 മാർക്കിനാണ് ഇത് ചോദിക്കുക. സെക്ഷൻ ബിയിൽ ഒരു ചോദ്യത്തിന് 6 മാർക്ക് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം മോസ്റ്റ് പ്രോബബ്ലി പ്രതീക്ഷിക്കാം. ഒരു ജനറൽ പാസേജ് ആണ് തരിക. ഒരു 1-2 പാരഗ്രാഫ് അടങ്ങുന്ന, ചിലപ്പോൾ ഒറ്റൊരു പാരഗ്രാഫ് ആയിരിക്കും, ലോങ്ങർ പാരഗ്രാഫ് ആയിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു പാസേജ് ആണ് തരിക. അതിനെ നിങ്ങൾ അതിൻ്റെ 1/3 ആയിട്ട്, 1/3 സമ്മറൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇത് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ സെക്ഷൻ ബി നമുക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ സർട്ടൺ ആയിട്ട് 100% ഷുവർ നമുക്ക് അതിൻ്റെ 12ഓളം മാർക്ക് അതിൻ്റെ അകത്ത് വരാനുണ്ട്. 12 മാർക്കാണ് സെക്ഷൻ ബിയുടെ മാർക്ക് എന്ന് പറയുന്നത്. 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം 6 മാർക്കിൻ്റെ വെച്ച്. ഈ 2 ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 12 മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഷുവറായിട്ട് ആ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെ ആൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഒരു ജനറൽ ഇതുപോലുള്ളൊരു പാസേജ് തന്നിട്ട് സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അതോടൊപ്പം മറ്റൊരു ചോദ്യം സാധ്യതയുള്ളത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതായിരിക്കും, ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. ഇത് പൊതുവിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിന് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടിപ്സ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ ഇന്ന് നമുക്ക് ഈ 1/3 എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കൂടാതെ ഒരു ചോദ്യം കൂടി ഉണ്ടാവും. അത് മോസ്റ്റ് പ്രോബബ്ലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ചോദ്യമായിരിക്കും. ഡീറ്റെയിൽ റൈറ്റിങ്ങിനുള്ള റൈറ്റിംഗ്, അതുപോലെ തന്നെ റീഡിംഗ് മൊഡ്യൂൾസിലെ ഡീറ്റെയിൽ റൈറ്റിങ്ങിനുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അടുത്തൊരു ചോദ്യം, 3ാമത്തെ ചോദ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായി ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ചോദ്യം സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യണം. ചിലപ്പോൾ ടെക്സ്റ്റിലുള്ള നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്യുക. അതോടൊപ്പം കോംപ്രിഹെൻഷനും ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ കോംപ്രിഹെൻഷനും സമ്മറൈസും ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള ചോദ്യവും ഈ സമ്മറൈസിങ്ങും ആൻസർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുക എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണിത്. എങ്ങനെയാണ് ഒരു പാസേജ് എന്നാൽ അതിനെ 1/3 ആയിട്ട് സമ്മറൈസ് ചെയ്യുക? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഈ വീഡിയോ. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി എസ്സേ ആണ്. നമുക്ക് തന്നിരിക്കുന്ന എസ്സേ അല്ലെങ്കിൽ ചെറിയൊരു പാസേജ് ആയിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ, പാരഗ്രാഫോ എസ്സേയോ പാസേജോ ആയിക്കോട്ടെ. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കണ്ടാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനെക്കുറിച്ചാണ് ഈ തന്നിരിക്കുന്ന വിഷയം, തന്നിരിക്കുന്ന പാസേജ്. Read it carefully. Go through the essay to understand the main topic and key points. അത് കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ് മെയിൻ ടോപ്പിക്. കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഓരോ വാക്കും ഓരോ വരിയും എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ബിഗ്ഗർ ടോപ്പിക് എന്താണ്, ആ എസ്സേ അല്ലെങ്കിൽ ആ പാസേജ് കൈകാര്യം ചെയ്യുന്ന മെയിൻ തീം എന്താണ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് തന്നിരിക്കുന്ന എസ്സേയുടെ മെയിൻ തീം എന്നുള്ളത്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു പേന ഉപയോഗിച്ചോ പെൻസിൽ ഉപയോഗിച്ചോ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ മനസ്സിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പരമാവധി പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ മാർക്കുകൾ ചെയ്യാത്തതാണ്, വരകൾ ഇടാത്തതാണ്, എഴുതാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം അത്തരം മാർക്കിങ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻഡിവിജ്വലിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കിങ്സ് ഒക്കെ തന്നെ സ്റ്റുഡൻറ്റ് എഴുതി വെക്കുക. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി നോക്കും, അല്ലെങ്കിൽ സൈഡിൽ നമ്മൾ ചിത്രം വരയ്ക്കും. മഹത്തായ കലാസൃഷ്ടികളൊക്കെ ക്വസ്റ്റ്യൻ്റെ സൈഡിലൊക്കെ വരച്ചു വെക്കുന്നവരെ കാണാം. അത് ചിലപ്പോഴെങ്കിലും നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ എഴുതുന്ന കാര്യം, അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചില ചിത്രങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് എന്ന രീതിയിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ അറ്റംപ്റ്റ് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് വ്യാഖ്യാനിക്കാനുള്ള സാധ്യത വന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്വസ്റ്റ്യനിൽ മാർക്കിങ്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പെൻസിൽ കൊണ്ട് ചെയ്ത് അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുക.
അല്ല എങ്കിൽ അതിൽ വരച്ചിടാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യേണ്ടത് മനസ്സിൽ ഓർത്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബേസിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ഫോക്കസ് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന പാസേജിന്റെ ആദ്യത്തെ ഒരു 3 or 4 വരി വായിച്ചു നോക്കുക. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ. എപ്പോഴും അതായിരിക്കും ഇൻട്രൊഡക്ഷൻ. പിന്നെ ഈ ഫുള്ളൊന്ന് വായിച്ചു നോക്കിയിട്ട് ടോപ്പിക് സെന്റൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പ്രധാന വിഷയങ്ങൾ ഏതൊക്കെ സെന്റൻസിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വായിച്ചു നോക്കുക. ലാസ്റ്റ് 3-4 വരി കൺക്ലൂഷനും കിട്ടി. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇൻട്രൊഡക്ഷൻ ആദ്യം വായിച്ചു നോക്കുക. നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ദി എസ്സേ, അണ്ടർസ്റ്റാൻഡിങ് ദ പാസേജിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ഈ എന്താണ് ഒരു എസ്സേന്റെ തീം അല്ലെങ്കിൽ പാസേജ് തന്നിരിക്കുന്നതിന്റെ തീം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് 4 വരി വായിച്ചാൽ മതി. അതിലുണ്ടാവും തീം. അതിലെന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് മുഴുവനായി വായിച്ചു നോക്കുക. ഓക്കെ, അവസാനം വരെ വായിച്ചു നോക്കുക. ആ വായിക്കുന്ന കൂട്ടത്തിൽ എവിടെയൊക്കെയാണ് ഈ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട സെന്റൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് കൺക്ലൂഷൻ ശ്രദ്ധിക്കുക. അവസാനത്തെ 4 വരി അവിടെ എങ്ങനെയാണ് അവസാനിക്കുന്നത്, ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പാസേജിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കല. ഇപ്പൊ നമ്മൾ മെയിൻ തീം മനസ്സിലാക്കിയില്ലേ, മെയിൻ തീം മനസ്സിലാക്കി. ഇനി മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ച് എഴുതണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് എന്താണ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തത്. എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. 2 or 3 ചോദ്യങ്ങൾ എന്തൊക്കെയാ. ഒന്ന്, വാട്ട് ഇസ് ദി എസ്സേ അബൌട്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ വായിച്ചു, പിന്നെ ഫുള്ളായിട്ട് വായിച്ചു, പിന്നെ കൺക്ലൂഷൻ അവസാനത്തെ 4 വരി വേറെ തന്നെ ഒന്നുകൂടി വായിച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്വയം ചോദിക്കുക, ഈ എസ്സേ എന്തിനെ കുറിച്ചുള്ളതാണ്. ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഉത്തരം മനസ്സിൽ വരും. നോട്ട് ചെയ്ത് വെക്കണം. വാട്ട് ആർ ദ കീ ആർഗ്യുമെന്റ്സ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാദഗതികൾ ഈ പാസേജിൽ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പോയിന്റ്സ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാ ഓഥർ അവിടെ സംസാരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ഡൗൺ ദ കീ ഐഡിയാസ്. ഇത് എഴുതി വെക്കുക. പക്ഷെ ഓർമ്മിക്കണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി വെക്കാവൂ. എക്സ്ട്രാ ഡീറ്റെയിൽസ്, അത് ഉദാഹരണം അല്ലെങ്കിൽ ഒരുപാട് കമ്പാരിസൺസ്, അങ്ങനെ എക്സ്ട്രാ ഡീറ്റെയിൽസ് നമ്മുടെ മെയിൻ പോയിന്റിനെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സാമ്പിൾ, മെയിൻ പോയിന്റിനെ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പാരിസൺസ്, മെറ്റഫേഴ്സ്, അത്തരം കാര്യങ്ങളൊന്ന് മാറ്റി വെച്ച് മെയിൻ പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതിനെ വിശദീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, വിശദീകരിക്കുന്നത് എവിടെ, അത് വേണ്ടേ. വിശദീകരണം ഇമ്പോർട്ടൻ്റ് അല്ലേ, ആണ്. പക്ഷെ സമ്മറിയിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. സമ്മറി നമുക്ക് ആ കാച്ചിക്കുറുക്കിയ എന്ന് പറയുന്നില്ല, അതുപോലുള്ള സംഭവം വേണ്ടു. നമുക്ക് മാക്സിമം കാച്ചിക്കുറുക്കിയ സാധനം ഈ സമ്മറിയിൽ വേണ്ടു. അപ്പോൾ അതായത് എക്സ്ട്രാ വരുന്ന കുറേ സാധനങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പാലിൽ നിന്ന് വെണ്ണയൊക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതിലിപ്പോൾ മിൽക്ക് ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ വെണ്ണയിൽ മിൽക്ക് ഇല്ല, വെണ്ണയാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ബട്ടർ എടുക്കുന്ന സമയത്ത് അതിൽ ബട്ടറേ ഉള്ളൂ. യു ഡോണ്ട് നീഡ് മിൽക്ക് അലോങ് വിത്ത് ഇറ്റ്, അല്ലേ. വെള്ളം വേണം. യു ഡോണ്ട് നീഡ് വാട്ടർ വിത്ത് ഇറ്റ്. ഇറ്റ് ഇസ് ബട്ടർ, പ്യുവർ ബട്ടർ. അപ്പം നമുക്ക് ഈ ബട്ടർ എടുക്കുന്ന പോലെയാണ് ഇവിടെ, നമ്മൾ വെണ്ണ എടുക്കുന്ന പോലെയാണ് ഇവിടെ. നമുക്ക് ആ ബട്ടർ മാത്രമേ വേണ്ടൂ. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മിൽക്ക് അതാ പോകുന്ന മിൽക്കിനെയും കൂടി ചേർത്തേക്കാന്ന് വെച്ചിട്ട് അതിന് ചേർക്കണ്ട. അതുപോലെയാണ് ഇവിടെ. ഉദാഹരണങ്ങളും മെറ്റഫോഴ്സും എക്സ്ട്രാ അതിനെ പൊലിപ്പിക്കാൻ എഴുത്തുകാർ ഉപയോഗിച്ച കാര്യങ്ങളൊന്നും വേണ്ട. പ്രധാന പോയിന്റിനെ കൂടുതൽ പ്രകാശമാനമാക്കാൻ, കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ, വ്യക്തതയുള്ളതാക്കാൻ എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന ആശയങ്ങൾ ഉണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രധാന പോയിന്റ് മാത്രം മതി. വ്യക്തത ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പ്രധാന പോയിന്റുകൾ വെച്ചിട്ടാണ് സമ്മറി ഉണ്ടാക്കേണ്ടത്. ഓർമ്മിക്കുക, നമ്മൾ എഴുതുന്നൊരു സമ്മറിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ സ്വന്തം വാക്കിലാണ് ഇനി ഇത് എഴുതാൻ വേണ്ടി. നമ്മൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് പ്രധാന തീം, എന്തൊക്കെയാണ് അതിൽ ഓഥർ പറയുന്ന പോയിന്റ്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിംപ്ലിഫൈ ദ കോണ്ടന്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ മനസ്സിലാക്കിയ കാര്യത്തെ നമ്മൾ മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മാക്സിമം സിമ്പിൾ വേർഡ്സ്, സിമ്പിൾ ലാംഗ്വേജസ് ഉപയോഗിക്കണം. സിമ്പിൾ വേർഡ്സ് ഉപയോഗിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം. യൂസ് യുവർ ഓൺ വേർഡ്സ്. പിന്നെ അൺനെസസറി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പോൾ ഓഥർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് കമ്പാരിസൺസ് അത് നമുക്ക് വേണ്ട. അത് ഒഴിവാക്കിയിട്ട് വേർഡ്സ് ഉണ്ടാവും, കുറേ വേർഡിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഷോർട്ട്, ക്രിസ്റ്റൽ ക്ലിയർ, സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആക്കി വെക്കുക. നമ്മുടെ സ്വന്തം ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്താലും മതി. അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്താ,
വേർഡ് കൗണ്ട് ചെക്ക് ചെയ്യണം. കാരണം 1/1 എഴുതാൻ പറഞ്ഞത്. നമ്മൾ എഴുതി വരുമ്പോൾ എല്ലാം കൂടി തന്നതിനേക്കാൾ വലുതാണെങ്കിൽ നമ്മുടെ കാര്യം പോയി അല്ലേ, നമ്മുടെ എഫേർട്ട് വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് 300 വേർഡ്സിൻ്റെ എസ്സേ ആണെങ്കിൽ 1/3 എന്ന് പറഞ്ഞാൽ 100 വേർഡ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. വേർഡ് കൗണ്ട് ഏകദേശം നമ്മൾ എഴുതിയതിൻ്റെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ എഴുതിയതിൻ്റെ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ എഴുതി എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുന്നത് നമുക്ക് മനസ്സിൽ ഏകദേശം എത്രയുണ്ട്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയുണ്ട്, നമ്മൾ വരികൾ എണ്ണി നോക്കുക, ഒന്നാമത്തെ വരി എണ്ണി നോക്കുക, ഒന്നാമത്തെ വരിയിൽ എത്ര വാക്കുണ്ടെന്ന് എണ്ണി നോക്കുക, എന്നിട്ട് ടോട്ടൽ വരികൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ ഏകദേശം ഒരു കണക്ക് കിട്ടും നമുക്ക്. ഏകദേശം ആക്യുറേറ്റ് ഒന്നും പെട്ടെന്ന് ആവണമെന്നില്ല. ഇനി ഇതിലെ വേർഡ്സ് എണ്ണിക്കൊണ്ടിരുന്നിട്ടുള്ള സമയം മുഴുവൻ അവിടെ കളയുകയും ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഊഹം വെച്ചിട്ട് നോക്കുക, അത്രയേ നോക്കണ്ടു. ഇതിൻ്റെ 1/1 പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. ഇപ്പോൾ ഒരു 10 വരിയുള്ള പാരഗ്രാഫ് ആണെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ 1/1 പാടുള്ളൂ, ഒരു 3 വരിയേ പാടുള്ളൂ നമ്മൾ എഴുതുന്നത്. ആ രീതിയിൽ മനസ്സിൽ കാണുക. എന്നിട്ട് ആ രീതിയിലേക്ക് നമ്മുടെ ഈ എഴുത്തിനെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരു സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം പരീക്ഷ പേപ്പറിൽ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എഴുതി നോക്കുമ്പോൾ ചിലപ്പം പറഞ്ഞ പോലെ ഒരു 6 വരിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 100 വേർഡ്സ് ആണെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് 30 വേർഡ്സേ വേണ്ടൂ. അപ്പോൾ അല്ലെങ്കിൽ 35 വേർഡ്സേ വേണ്ടു, 33 വേർഡ്സേ വേണ്ടു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എഴുതി വന്ന കുറച്ച് വലുതാണ്. എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഇനിയും ചുരുക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടി പരമാവധി ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം ആദ്യം എഴുതി എന്താ ചെയ്യേണ്ടത്, ആദ്യം എഴുതി ഒറ്റ വര, ചെരിച്ചൊരു വരയിട്ട് സ്ട്രൈക്ക് ചെയ്യുക. ഒറ്റൊരു ചെരിഞ്ഞ വര കൊണ്ട് സ്ട്രൈക്ക് ചെയ്യണം അത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തവണ എഴുതാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് വെച്ചാൽ യെസ്, സമ്മറൈസിങ്ങിന് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. വി ക്യാൻ സമ്മറൈസ്, വി ക്യാൻ എഡിറ്റ് വാട്ട് വി ഹാവ് സമ്മറൈസ്ഡ്. അപ്പോൾ അതിന് സമയം എടുക്കൂലെന്ന് വെച്ചാൽ യെസ്. ടൈമിംഗ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും ഈ കാര്യം. ഈ സമ്മറൈസിങ്ങിൻ്റെ പ്രത്യേകം എടുത്ത് ഞാൻ പറയുകയാണ്, ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കാം. 20 മിനിറ്റ് സമ്മറൈസിങ്ങിന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം വായിക്കാൻ ഒരു 5 മിനിറ്റ് എടുക്കാം, പിന്നെ ആദ്യത്തെ എഴുതി നോക്കാൻ 5 മിനിറ്റ്, പിന്നെ അതൊന്ന് വായിച്ചു നോക്കി എഡിറ്റ് ചെയ്ത് ഒന്നുകൂടിയും എഴുതാൻ വേണ്ടി അടുത്ത ഒരു 10 മിനിറ്റ് കൂടി, അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ് സമ്മറൈസിങ്ങിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെ സമയം വേണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അഡ്ജസ്റ്റ് ഇഫ് നീഡ്, റിമൂവ് ഓർ കമ്പൈൻ ലെസ് ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ടു ഫിറ്റ് ദ ലിമിറ്റ്. വേർഡ് ലിമിറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, വേർഡ് ലിമിറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നീളമുള്ള ഐഡിയാസിനെ കമ്പൈൻ ചെയ്തിട്ടോ ചുരുക്കിയിട്ടോ എന്താണ് കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ടതല്ലാത്ത ആശയങ്ങളൊക്കെ വേറെ സെൻറ്റൻസുകളിലേക്ക് മാറ്റുന്നതിന് പകരം വലിയ സെൻറ്റൻസുകളുള്ളത് അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ടും ചില ആശയങ്ങളെ ചുരുക്കി അവതരിപ്പിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് വേർഡ് കൗണ്ടിനെ മാനേജ് ചെയ്യാവുന്നതാണ്. വേർഡ് കൗണ്ട് പ്രധാനമാണ്, കാരണം 1/1 ചുരുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ചെക്ക് ദ വേർഡ് കൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്തത് സ്റ്റെപ്പ് 5, റിവ്യൂ ആൻഡ് എഡിറ്റ്. അത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കണം എഴുതിയത്. ഫസ്റ്റ് ടൈം എഴുതിയതിനാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റെപ്പുകൾ ഓരോന്ന് ഫോളോ ചെയ്യുന്നു. ഇൻട്രൊഡക്ഷൻ വായിക്കുന്നു, ഫുള്ളായി വായിക്കുന്നു, കൺക്ലൂഷൻ വായിക്കുന്നു. എന്നിട്ട് പ്രധാന ആശയങ്ങൾ വെച്ചിട്ട് 3-4 ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുന്നു. എന്താണ് ഈ എസ്സേയുടെ മെയിൻ തീം, എങ്ങനെയാണ് എഴുത്തുകാരൻ അതിനെ പോയിന്റ്സായി അവതരിപ്പിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് നമ്മൾ എഴുതി വെക്കുന്നു. നമ്മൾ എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 വരി വന്നിട്ടുണ്ടാവും. നമുക്ക് ആ 5 വരി എഴുതുന്നുണ്ടോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3 വരി എഴുതുന്നുണ്ടോ. നമ്മൾ എഴുതി വരും 10 വരിയുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും മനസ്സിലാക്കി, നമ്മൾ എഴുതിയത് കുറച്ച് കൂടിപ്പോയി. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത്, ആ എഡിറ്റ് ചെയ്ത സമയത്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാ, സമ്മറി ഒന്നുകൂടി വായിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കി, മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കി, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇനി നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് ക്ലാരിറ്റി കുറവുണ്ടോ, വാക്കുകൾ മാറ്റി ഉപയോഗിക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. സമ്മറിയാണ് ഇവിടെ, ആ എസ്സേയിൽ തന്നിട്ടുള്ള അതേ വാക്ക് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് നമ്മുടേതായ വാക്കുകൾ ഉപയോഗിക്കാം, സ്വന്തം വേർഡ്സിൽ എഴുതാം, ഓൺ വേർഡ്സിൽ എഴുതാം, നോ പ്രോബ്ലം. അപ്പോൾ എന്താണ് അവിടെ ഗുണം, നമ്മളെ സംബന്ധിച്ച് ചുരുക്കി എഴുതാൻ അത് വളരെ എളുപ്പവുമാണ്. മനസ്സിലായില്ല, തന്ന വേർഡ്സ് തന്നെയല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ പക്ഷെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ സ്വന്തം ലാംഗ്വേജിൽ എഴുതുന്ന സമയത്ത് ക്ലാരിറ്റി ഉണ്ടോ, വ്യക്തതയുണ്ടോ, വെയ്ഗാണോ നമ്മുടെ സെൻറ്റൻസസ്, അവ്യക്തമാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും വേണം. ഈ പറയുന്ന എഡിറ്റിംഗ് സമയത്ത് അത് വായിച്ചു നോക്കണം. അതും കൂടി കഴിഞ്ഞിട്ടാണ്, എഡിറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് താഴെ അടുത്തൊരു വരിയിലേക്ക് മാറ്റി എഴുതുക. ഒരിക്കൽ കൂടി വേർഡ് കൗണ്ട് സെറ്റ് ചെയ്യുക, ഒന്നുകൂടി കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ ഇത്തരം സെൻറ്റൻസുകളിൽ നിന്ന് ഗ്രാമാറ്റിക്കൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പകർത്തി എഴുതുക. അങ്ങനെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും നല്ല ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു 120 വേർഡ്സിൻ്റെ ഒരു ചെറിയ എസ്സേ അല്ലെങ്കിൽ ഒരു പാസേജ് എന്ന് പറയാം. ഇതിന് എസ്സേ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാസേജ്. Trees are vital for life on earth. They produce oxygen, which humans and animals need to breathe. Trees also provide shelter for wildlife and help reduce air pollution.
by absorbing harmful gases. Furthermore, they prevent soil erosion and maintain a stable climate. However, deforestation is a growing problem, with forests being cleared for agriculture and urbanization. This leads to loss of biodiversity and contributes to global warming. Planting trees and protecting forests are crucial steps to saving the environment. ഇതാണ് തന്നിരിക്കുന്ന പാസേജ് എന്ന് കരുതുക. അതൊരു ഉദാഹരണം മാത്രമാണ്. തന്നിരിക്കുന്ന പാസേജ് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. 40 വേർഡ്സ്, വൺ തേർഡ് ആണ്. അപ്പം 40 വേർഡ്സേ പാടുള്ളൂ. നോക്കാം, നമുക്ക് ഈ സമ്മറി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ട്രീസ് ആർ എസെൻഷ്യൽ ഫോർ ഓക്സിജൻ, വൈൽഡ് ലൈഫ്, ഷെൽട്ടർ ആൻഡ് റിഡ്യൂസിങ് പൊല്യൂഷൻ. ഒന്നാമത്തെ സെൻറ്റൻസ്. They prevent soil erosion and stabilize the climate. Deforestation harms biodiversity and worsens global warming. Protecting forests and planting trees is key to saving the environment. ഇതാണ് അതിൻ്റെ സമ്മറി നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി നമ്മൾ പറഞ്ഞ മെത്തേഡിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. നോക്കിയാട്ടെ. ട്രീസ് ആർ വൈറ്റൽ ഫോർ ലൈഫ് ഓൺ എർത്ത്. They produce oxygen which humans and animals need to breathe. Trees also provide shelter for wildlife and help reduce air pollution by absorbing harmful gases. ഇത്രയും വായിക്കുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി. ഇനി കൺക്ലൂഷനിലേക്ക് പോകാം. പ്ലാന്റിംഗ് ട്രീസ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ് ആർ ക്രൂഷ്യൽ സ്റ്റെപ്സ് ടു സേവിങ് ദി എൻവയൺമെൻറ്റ്. അപ്പോൾ ട്രീസ് ആണ് കൺക്ലൂഷനിലും ബിഗിനിങ്ങിലും ഉള്ളത്. ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലും ട്രീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേജർ തീം ട്രീസ് ആണ്, ട്രീസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്? ട്രീസ് പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ വൈൽഡ് ലൈഫ്, ഒന്നാമത്തെ പോയിന്റ്. ഹെൽപ്പ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ, രണ്ടാമത്തെ പോയിന്റ്. ബൈ അബ്സോർബിംഗ് ഹാർംഫുൾ ഗ്യാസ്. ഓക്കെ. Furthermore, they prevent soil erosion and maintain stable climate, മൂന്നാമത്തെ പോയിന്റ്. However, deforestation is a growing problem, നാലാമത്തെ പോയിന്റ്. With forests being cleared for agriculture and urbanization, അതിൻ്റെ വിശദീകരണം. This leads to loss of biodiversity, അഞ്ചാമത്തെ പോയിന്റ് ആണ്. And contributes to global warming. Last point, planting trees and protecting forests are crucial steps. Okay. അപ്പോൾ 6-7 പോയിന്റുകളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ട, മെയിൻ തീംസ് മാത്രം മതി. അപ്പോൾ നമുക്ക് തീം അറിയാം. ട്രീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് സമ്മറിയിലേക്ക് പോവാം. ട്രീസ് ആർ ഇമ്പോർട്ടൻറ്റ്, എസെൻഷ്യൽ ഫോർ ഓക്സിജൻ, വൈൽഡ് ലൈഫ്, ഷെൽട്ടർ ആൻഡ് റിഡ്യൂസിങ് പൊല്യൂഷൻ. ഒറ്റയടിക്ക് അത്രയും ആശയങ്ങളെ ഒറ്റ സെൻറ്റൻസിൽ ഉൾക്കൊള്ളിച്ച്. ഇനി ദേ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് സ്റ്റെബിലൈസ് ദ ക്ലൈമറ്റ്. അടുത്തൊരു സെൻറ്റൻസിൽ അതും പറഞ്ഞു. ഇനി നമ്മൾ ആ ഡീഫോറസ്റ്റേഷൻ്റെ വിഷയമാണ് പറയാൻ ബാക്കിയുള്ളത്. അത് ഒറ്റ സെൻറ്റൻസ്. ഡീഫോറസ്റ്റേഷൻ ഹാംസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് വേഴ്സൻസ് ഗ്ലോബൽ വാർമിംഗ്. രണ്ട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലുള്ളത് നമ്മൾ ഒറ്റ ഒരു സെൻറ്റൻസ് ആക്കി ചുരുക്കിക്കൊണ്ടെന്ന്. ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ നോക്കിയാട്ടെ. പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റിംഗ് ട്രീസ് ഇസ് കീ ടു സേവിങ് ദി എൻവയൺമെൻറ്റ്. കൺക്ലൂഷൻ എന്താ നമ്മൾ എഴുതിയത്? എന്തായിരുന്നു ആദ്യത്തെ പാസേജിൽ? പ്ലാന്റിംഗ് ട്രീസ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ് ആർ ക്രൂഷ്യൽ സ്റ്റെപ്സ് ടു സേവിങ് ദി എൻവയൺമെൻറ്റ്. ആ പറഞ്ഞതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റിംഗ് ട്രീസ് ഇസ് കീ ടു സേവിങ് ദി എൻവയൺമെൻറ്റ്. അവിടെയും പരമാവധി നമ്മൾ സമ്മറൈസ് ചെയ്തതിന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നും മിസ്സായിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ കുറേ എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങൾ, അബ്സോർബിങ് ഹാർംഫുൾ ഗ്യാസസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ റിഡ്യൂസിങ് പൊല്യൂഷൻ എന്ന ഒറ്റ ഫ്രേസ് കൊണ്ട് ചുരുക്കി കളഞ്ഞു. ബാക്കിയൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നൊരു എക്സാമ്പിൾ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യമാണിത്. 6 മാർക്കാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 6 മാർക്ക് ഉറപ്പിക്കുക. സമ്മറൈസിങ് ഒന്നുകൂടി പ്രീവിയസ് പോയിന്റ്സ് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് എഴുതി വെക്കുക. ആ പോയിന്റ്സ് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി എഴുതി വെച്ചില്ലെങ്കിലും ജസ്റ്റ് 2 തവണ റിപ്പീറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ പതിയും. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 2 കമ്പാരിസൺ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ പിന്നിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു പാസേജിനെ നമ്മൾ സമ്മറൈസ് ചെയ്തത്. പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നും തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒഴിവാക്കിയിട്ടുള്ളത് ഇതുമായിട്ട് ഈ മെയിൻ ആശയത്തിനെ ഇലാബറേറ്റ് ചെയ്യാൻ എഴുത്തുകാരൻ ഉപയോഗിച്ച ചില ആശയങ്ങളെയാണ്. എന്നാൽ അവയെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല. മറിച്ച് അവയ്ക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അവയെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ചുരുക്കം വാക്കുകൾ ഉപയോഗിച്ച് കാര്യം പറയാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ നമ്മൾ ചെയ്ത കാര്യം. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർമ്മിക്കണം. അതായത് ചില ആൾക്കാർ സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സമ്മറൈസ് ചെയ്ത് കളയും. അതൊന്നും വേണ്ട, അല്ലെങ്കിൽ സ്ഥലമില്ല, വേർഡ്സ് കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാം? ബേസിക്കലി എല്ലാ മെയിൻ ആശയങ്ങളും ഉൾപ്പെടണം.
ഓക്കെ. എക്സാമ്പിളും അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ. പൊല്യൂഷനെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് ഈ പാസേജിൽ പറയുന്നത്. എന്താണ് റിഡ്യൂസ് എയർ പൊല്യൂഷൻ ബൈ അബ്സോർബിങ് ഹാംഫുൾ ഗ്യാസസ് എന്ന് പറയുന്നുണ്ട്. റിഡ്യൂസിങ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അബ്സോർബിങ് ഗ്യാസസ് എന്നുള്ളത് സമ്മറിയിൽ വരേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വിവേകത്തോടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സമ്മറിയിൽ. അപ്പോൾ സമ്മറി എന്ന് പറയുന്ന ഈ പ്രത്യേക ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സമ്മറൈസ് ദ ഫോളോയിങ് അല്ലെങ്കിൽ സമ്മറൈസ് ദ പാസേജ് എന്നൊക്കെയാണ് ചോദ്യം വരിക. ഒരു പാസേജും കൊടുക്കും. നിങ്ങൾ ഇത്തരത്തിൽ 3-1 സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ സൗകര്യത്തിന് ഞാൻ ഒറ്റൊരു തവണയെ സമ്മറൈസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ആദ്യം ഒന്ന് ചെയ്ത് വേർഡ് കൗണ്ട് ഒക്കെ നോക്കി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് വായിച്ചു നോക്കി. വേർഡ് കൗണ്ട് പ്രോപ്പർ ആണ്, കറക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ പിന്നെ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം ഒരു തവണ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കുറുകെ ഒരു വരയിട്ട് സ്ട്രൈക്ക് ചെയ്ത് അടുത്ത വരിയിൽ അതേ ആൻസർ തന്നെ റീറൈറ്റ് ചെയ്യണം എഡിറ്റിങ്ങിന് ശേഷം. ഓക്കെ, സമറൈസിങ്ങിന് ആ ഒരു സ്റ്റെപ്പ് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് തെളിയിക്കുന്നത് നമ്മൾ കൃത്യമായി സമറൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുകൂടിയാണ്, നമ്മൾക്ക് ഈ പരിപാടി അറിയാമെന്ന് കൂടിയാണ് സമറൈസിങ്ങിൻ്റെ. കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നോക്കുക. അതിൽ 1-2 സമ്മറി എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഈ വരാൻ പോകുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെയാണ്. ടെക്സ്റ്റിലുള്ള സമ്മറീസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബേസ്ഡ് വന്നില്ലെങ്കിൽ പോലും ഇത് കൂടാതെ മറ്റൊരു എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്. സമ്മറി കുറച്ച് ചെയ്തതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊരു ഇൻസൈറ്റ് കിട്ടും, കുറച്ചൊരു ഉൾക്കാഴ്ച കൂടി നിങ്ങൾക്ക് ലഭിക്കും. ബേസിക്കലി ഒരു സമ്മറി ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ മേഖലയിലുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക, സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയെ ഭയന്നിരിക്കുന്ന, പരീക്ഷയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ക്ലാസ്സിൽ പോകുവാനോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവാനോ സാധിക്കാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് പരീക്ഷയെ ഭയക്കുന്നവർ, വല്ലാതെ നെർവസായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും, അവരിലേക്ക് വീഡിയോ എത്തിക്കുക. 6 മാർക്കാണ്. 6 മാർക്ക് ഷുവറായിട്ട് കിട്ടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഇനി ചില ആൾക്കാർക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ളവർ ആ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ ഏതാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതും ഒരു ചോദ്യം, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മറൈസിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതിനെ ഒന്ന് മാസ്റ്റർ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കിട്ടാത്തവർക്ക് ഇത് വലിയൊരു ഹെൽപ്പായിരിക്കും സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you so much. Have a great time. God bless you all. Bye-bye.